ഈ നല്ല പച്ച പിടിച്ച് നിൽക്കുന്ന മരങ്ങളും ആകാശമൊക്കെ കാണുമ്പോൾ ഞാനിപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്തൊന്നുമല്ല കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ദുബായിലൊരു ഹോസ്പിറ്റലിലാണ്. ഞാനല്ല ഇവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത്. അഡ്മിറ്റ് ആയിട്ടുള്ള ആളെ കാണിച്ചു തരാം. ഇതാ നടക്കുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, ന്യൂ ഇയർ പാർട്ടി കഴിഞ്ഞതും ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് വന്നതെന്ന്. ഋതുക്കുട്ടിന് ചെറിയൊരു പനി പിടിച്ചു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇപ്പോൾ അവൻ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. എന്നാൽ പിന്നെ ഹോസ്പിറ്റൽ റൂം ടൂർ ആയാലോ? ഇതാണ് കേട്ടോ ഒരു റൂം. ഒരു 1 BHK ഫ്ലാറ്റ് പോലെ തന്നെ കിച്ചണും 2 വാഷ്റൂമും അതുപോലെ ഹോളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ ഇത്. മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്പൺ കിച്ചണും അതുപോലെ നേരെ ഒരു ചെറിയ വാഷ്റൂം ഉണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ വലിയൊരു ഹോളുണ്ട് കേട്ടോ. അവിടെ ടി വിയും സെറ്റിയും ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പേഷ്യൻ്റ് റൂമാണ്. അവിടെയും ഒരു ടി വി ഒക്കെ ഉണ്ട് കേട്ടോ. പേഷ്യൻ്റ് റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റ് മുകളിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു സീലിംഗ് ആണ് കേട്ടോ. ആകാശവും മരവും ഒക്കെ ആയിട്ടുള്ളത്. ഋതുവിന് വന്ന ദിവസം ചെറിയൊരു പനി ഉണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴേക്കും അവൻ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടോ. 3-ാമത്തെ ദിവസം നമ്മൾ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. പോരുന്ന ദിവസമാണ് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്തത്. അവൻ കംപ്ലീറ്റ്ലി ഫൈൻ ആയതിനു ശേഷം മാത്രം. റൂമിനേക്കാൾ ഋതുവിന് ഇഷ്ടമായത് ഹോസ്പിറ്റൽ ഫുഡാണ് കേട്ടോ. ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. കാരണം അവൻ ഇഷ്ടപ്പെട്ട പോലത്തെ സാധനങ്ങളായിരുന്നു പേഷ്യൻ്റ് ഫുഡായിട്ട് വരുന്നത് മുഴുവൻ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ.